വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ വചനം പഠിപ്പിക്കുന്നത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ പറ്റിയാണ്. വചനം മനസ്സിലാക്കിയാണ് ഈശോ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അതിന് കാരണം അത് സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവുമാണ്. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്ന ഭാഗ്യമാരാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. വചനം 18-19 പഠിപ്പിക്കുന്നു, സഭ ഈശോയുടേതാണ്. ഈശോയാണ് അപ്പസ്തലന്മാരെ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പാറമേ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകവാടങ്ങൾ അതിനെ പ്രബലപ്പെടുകയില്ല എന്ന് ഈശോ അള്ളിച്ചെന്ന് നമുക്ക് വചനത്തിൽ കാണാം. അതായത് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന അടിയുറച്ച വിശ്വാസ സത്യമായ പാറയിന്മേലാണ് ഈശോയുടെ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. തിന്മയുടെ ശക്തികൾ അതിനെതിരെ പ്രവർത്തിച്ചേക്കാം, സഭയിൽ പ്രശ്നങ്ങളുണ്ടായേക്കാം. എന്നാൽ തിന്മയുടെ ശക്തികൾക്ക് അതിനെതിരെ വിജയിക്കാനോ സഭയെ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്ന് ദൈവം അള്ളിച്ചെയ്യണം. വചനം 19 ഈശോ പഠിപ്പിക്കുന്നു, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. അതായത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഈശോ ശിഷ്യന്മാരിലൂടെ ഈശോ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആർ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു, ആർ ഭൂമിയിൽ അഴിക്കപ്പെടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുന്നെന്നും ഈശോ വചനങ്ങൾ പഠിപ്പിക്കുന്നു. അതായത് അവർ ദൈവവചനത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് സഭയെ നയിക്കേണ്ടത്. അങ്ങനെ അവർ സഭയെ നയിക്കുമ്പോൾ അവർ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം നിയമവിരുദ്ധവും, അവർ അഴിച്ചത് അതായത് നിയമവിരുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചതെല്ലാം നിയമവിരുദ്ധമല്ലായിരിക്കുമെന്നും സ്വർഗ്ഗത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഈശോ വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ വചനം മനസ്സിലാക്കി തരുന്നു, ഈ അധികാരം ഉപയോഗിച്ച് ശിഷ്യന്മാർക്ക് ദൈവശുശ്രൂഷകർക്ക് സഭയിലൂടെ പാപങ്ങൾ മോചിക്കാനും പൈശാച ശക്തികളെ ബന്ധിക്കാനും അവയിൽ നമ്മെ മോചിപ്പിക്കാനും കഴിയും. അതുപോലെ കൂദാശകളിലും പ്രാർത്ഥനകളിലൂടെയും അവർ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് അനുഗ്രഹങ്ങളും കൃപകളുമായിട്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിലും നിത്യജീവിതത്തിലും മാറിത്തീരും. അതുകൊണ്ടാണ് നാം ദൈവശുശ്രൂഷ വേദനിപ്പിക്കരുത്, അവരെ വിധിക്കരുത്, നമുക്കതിന് യോഗ്യതയില്ല, അവർ തെറ്റ് ചെയ്താൽ ദൈവമാണ് അവരോട് ചോദിക്കുക, നാം അവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തുകൊണ്ടാണ് കൂദാശ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത ഇവിടെ വചനം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് കൂദാശകളിലൂടെയുള്ള അനുഗ്രഹങ്ങൾ കൂദാശകളിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഒരു രോഗി മെഡിസിൻ കഴിക്കുമ്പോൾ ആ മെഡിസിനിലൂടെ ദൈവം അയാൾക്ക് രോഗസൗഖ്യം നൽകുന്ന പോലെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനം ലഭിക്കുമ്പോൾ ഈശോയുടെ നമുക്കായുള്ള പാപപരിഹാര ബലികളിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഈശോയുടെ തിരുശരീരങ്ങളുടെ യോഗ്യതയാൽ നാം നിത്യജീവിതത്തിന് യോഗ്യരായി മാറുന്നു. ശരീരത്തിൽ ജീവൻ രക്തത്തിൽ വസിക്കുന്നതിനാൽ പാപമോചനത്തിന് രക്തം ചിന്തനമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന ബലികൾ കൊണ്ട് നമുക്ക് നിത്യജീവൻ നേടിത്തരാൻ കഴിയില്ലാതിരുന്നുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി പാപപരിഹാരം ചെയ്തത്. ദൈവശുശ്രൂഷകർക്ക് ഈശോയുടെ സഭയിലൂടെ ഈശോ നൽകിയിരിക്കുന്ന അവകാശങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് ഈശോ സത്യമായ ദൈവത്തിനാണ് തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് അവകാശങ്ങളെ മാറാനുള്ള കൃപയ്ക്കാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് മറ്റുള്ളവർക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സ്വന്തമായിരിക്കട്ടെ. ആമേൻ.